Hi, good morning. അപ്പോൾ നമുക്ക് ഇന്നൊരു മുറുക്ക് ഉണ്ടാക്കിയാലോ. എന്തായാലും മഴക്കാലമൊക്കെയാണ്. മഴക്കാലത്ത് ചൂട് കട്ടൻ ചായയുടെ കൂടെ നല്ല അടിപൊളിയായിട്ട് കുറച്ചുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് മുറുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് അരിപ്പൊടി ഉപയോഗിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കില്ലേ. ഇടയ്ക്കിടയ്ക്ക് കുറച്ചുകൊണ്ടിരിക്കാം. വീട്ടിൽ കുട്ടികൾക്കാണെങ്കിലും നമുക്ക് വലിയവർക്കാണെങ്കിലും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണ് മുറുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ മുറുക്കാണ് കേട്ടോ. നല്ല ക്രിസ്പിയാണ്, പക്ഷെ സോഫ്റ്റ് ആണ്, നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ. പിന്നെ ചുറ്റിയെടുക്കുക എന്നുള്ള പ്രശ്നമൊന്നും വേണ്ട. ബട്ടർ മുറുക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വെടിയിച്ചെടുക്കാം. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയിട്ട് അടർത്തി എടുത്തിട്ടുണ്ടെങ്കിൽ ബട്ടർ മുറുക്ക് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ബട്ടർ മുറുക്ക് റെഡിയാക്കാം. അരിപ്പൊടിയിൽ റെഡിയാക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, വേഗം തന്നെ തയ്യാറാവും. അരി അരച്ചുണ്ടാക്കുകയാണെങ്കിലല്ലേ കുറേ സമയം എടുക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ബട്ടർ മുറുക്ക് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇടിയപ്പത്തിന്റെ പാകത്തിലുള്ള അല്ലെങ്കിൽ പത്തിരിയുടെ പാകത്തിലുള്ള നൈസായിട്ടുള്ള അരിപ്പൊടി എടുക്കണം. വറുത്ത അരിപ്പൊടി ആയിരിക്കണം. പിന്നെ എടുത്തിരിക്കുന്നത് 1 കപ്പ് കടലമാവാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 30 ഗ്രാം, അതായത് 30 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ നിങ്ങൾ ഉപ്പ് ചേർക്കണ്ട, അൺസോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഉപ്പ് ചേർക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അൺസോൾട്ടഡ് ബട്ടർ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്തില്ലെങ്കിൽ നമ്മുടെ മുറുക്കിന് ഉപ്പുണ്ടാവില്ല. സോൾട്ടഡ് ബട്ടർ ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ പൊടി മിക്സ് ചെയ്യുമ്പോൾ വെള്ളം ചേർത്ത് കുഴയ്ക്കുന്നതിന് മുന്നേ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് എങ്ങനെയുണ്ടെന്ന്. വെള്ളം ചേർത്ത് കുഴയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ ചെറിയൊരളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ എടുത്തിരിക്കുന്നത് 3/4 ടേബിൾ സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, നമ്മുടെ ക്യൂമിൻ സീഡ്സ്. അതുപോലെ തന്നെ 3/4 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള എടുത്തിട്ടുണ്ട്. വെളുത്ത എള്ള തന്നെ വേണമെന്നില്ല, കറുത്ത എള്ളായാലും മതി. എൻ്റെ കയ്യിൽ കറുത്ത എള്ള ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളുത്ത എള്ള എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ 3/4 ടേബിൾ സ്പൂൺ അയമോദകം എടുത്തിട്ടുണ്ട്. അയമോദകത്തിന്റെ ടേസ്റ്റ് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം. അയമോദകത്തിന്റെ ടേസ്റ്റ് വളരെ നല്ല ടേസ്റ്റാണ്. മുറുക്കിലൊക്കെ നല്ല ടേസ്റ്റാണ് അയമോദകം ചേർക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളൊരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ അരിപ്പൊടി, ഇത് നമ്മൾ നോർമൽ വാട്ടറിലാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്, ചൂടുവെള്ളത്തിലല്ല, പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. കടലമാവ് ഞാൻ ചേർത്തിട്ടുണ്ട് അരിപ്പൊടിയിലേക്ക്. പിന്നെ നമ്മുടെ അയമോദകം, ജീരകം, എള്ള്, ഇത് 3ഉം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർക്കുക, ആവശ്യമില്ലെങ്കിൽ ചേർക്കണ്ട. ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട്. അൺസോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഉപ്പ് ചേർക്കണം, സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഉപ്പ് ചേർക്കണ്ട. ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. നമ്മുടെ ബട്ടറിന്റെ അളവ് കൂടി പോവണ്ട. ബട്ടറിന്റെ അളവ് എപ്പോഴും ഒരു ലിമിറ്റഡ് അളവിൽ തന്നെ നിൽക്കുക. ഇത് 30 ഗ്രാം ബട്ടർ എന്നുള്ളത് 30 ഗ്രാമിൽ തന്നെ നിർത്തുക. ഇത്രയും പൊടികൾക്കായിട്ട് ആദ്യം നമ്മുടെ പൊടികളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ അരിപ്പൊടി പുട്ടിന്റെ പൊടിയായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുറുക്ക് പെർഫെക്റ്റ് ആവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴും ഇടിയപ്പത്തിന്റെ പൊടി അല്ലെങ്കിൽ പത്തിരിയുടെ പൊടി തന്നെ എടുക്കുക. വറുത്തരിപ്പൊടി തന്നെ ആയിരിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ റൂം ടെമ്പറേച്ചറിലായിരിക്കണം ബട്ടർ വേണ്ടത്. ബട്ടർ തണുത്തിരിക്കുന്ന ബട്ടർ ആയിരിക്കരുത്, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണം. ഇതുപോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ആയിരിക്കണം. ഇനി നമുക്ക് ഈ ബട്ടർ ചേർത്തിട്ട് നമ്മൾ പുട്ടിന് കുഴക്കില്ലേ അതുപോലെ കുഴച്ചെടുക്കുക. ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ കൈയുടെ ചൂടും എല്ലാം ചേർത്ത് ഈ ഒരു ബട്ടർ നന്നായിട്ട് നമ്മുടെ പൊടിയിലേക്ക് മിക്സ് ആയി വരണം. ആ രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിത് ഒരു 4 മിനിറ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ. നന്നായിട്ട് മിക്സ് ആവണം. ബട്ടറിന്റെ നനവ് കൊണ്ട് നമ്മുടെ പൊടി ഒന്ന് നന്നായിട്ട് മിക്സ് ആയി കിട്ടണം. ഇതുപോലെ തിരുമ്മി കുഴച്ചെടുക്കണം. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊടികളും ബട്ടറും എല്ലാം ചേർന്ന് ഇതുപോലെ മിക്സ് ആയി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ഒരുമിച്ച് തന്നെ മുഴുവൻ വെള്ളവും ചേർക്കരുത്. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ആവശ്യമായ വെള്ളം കുറച്ചായിട്ട് ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ ഒരുമിച്ച് തന്നെ മുഴുവൻ വെള്ളവും ചേർക്കരുതെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന അരിപ്പൊടിയുടെ അളവിൽ പലപ്പോഴും വ്യത്യാസം ഉണ്ടാവും. അളവിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രാൻഡിൽ പലപ്പോഴും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ അരിപ്പൊടി മാറുന്നതനുസരിച്ച് നമ്മൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആദ്യം 3/4 കപ്പ് വെള്ളം ഒഴിച്ചത്. ഇത് നമ്മുടെ ചപ്പാത്തി മാവിന്റെ പാകത്തിൽ കുഴച്ചെടുക്കാം കേട്ടോ. ഒരുപാട് ലൂസായും പോരുത്, വല്ലാണ്ട് ടൈറ്റായും പോരുത്. ഒരുപാട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുറുക്ക് പൊട്ടിപ്പോവും മീൻസ് പൊടിഞ്ഞു പോവും. അതുകൊണ്ട് ഒരുപാട് ലൂസായി പോവാതെ ചപ്പാത്തി മാവിന്റെ പാകത്തിൽ കുഴച്ചെടുക്കുക. ഇനി നമുക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് നമ്മൾ ചപ്പാത്തി മാവിന്റെ പാകത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് സോഫ്റ്റ് അല്ല, ഒരുപാട് ഹാർഡും അല്ല, ഈ ഒരു പാകത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇടിയപ്പത്തിന്റെ അച്ചില് സ്റ്റാറിന്റെ ചില്ലിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ
മാവ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ മാവ് കുഴയ്ക്കുമ്പോൾ തന്നെ എണ്ണ സ്റ്റൗവിൽ വെച്ചോളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എണ്ണ ചൂടായിട്ട് ഉടനെ തന്നെ നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. കുഴച്ചിട്ട് ഉടനെ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിത് ഫില്ല് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ മുറുക്ക് ചുറ്റി തുടങ്ങാം. അപ്പോൾ നമുക്ക് ഷേപ്പൊന്നും പ്രശ്നമല്ലാത്തത് കൊണ്ട് നമുക്ക് കുറച്ചായിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാടായിട്ട് ഇട്ട് കൊടുക്കണ്ട. ഞാനിവിടെ ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് കട്ട് ചെയ്തിടുകയാണ്. എന്താണെന്ന് വെച്ചാൽ കുറച്ചൊന്ന് മൊരിഞ്ഞ് വന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് തന്നെ കുറേ മേളിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, വേവാൻ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വലിയ ബർണറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കളറ് മാറിപ്പോവും. ബട്ടർ മുറുക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് കാണാറുള്ളത്, ഡാർക്ക് ഷെയ്ഡിൽ വരാറില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോഴും ബട്ടർ മുറുക്ക് ലൈറ്റ് ഷെയ്ഡിൽ തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുക. ഈ സൈഡൊന്ന് മൊരിഞ്ഞ് പതയൊന്ന് അടങ്ങി വരുമ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് വൈഡായിട്ടുള്ളൊരു പാനിൽ തന്നെ ഉണ്ടാക്കുകയാണ് നല്ലത്. ഇട്ടിട്ട് ഉടനെ തന്നെ തിരിച്ചിടരുത്. കുറച്ച് സെക്കൻഡ്സ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർക്കാം കേട്ടോ. പക്ഷെ ബട്ടർ മുറുക്കിൽ പൊതുവെ മുളക് പൊടി ഇല്ലാതെ എരിവില്ലാതെയാണ് നമുക്ക് ബേക്കറിയിൽ നിന്ന് കിട്ടാറുള്ളത്. ഇപ്പോൾ കണ്ടോ, നല്ല ലൈറ്റ് ഷെയ്ഡിലുള്ള മുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി അടർത്തി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു ഷേപ്പ്ലെസ് ആയിട്ടുള്ള മുറുക്കായതുകൊണ്ട് ഉണ്ടാക്കി നോക്കും എന്ന് വിചാരിക്കുന്നു. ഷേപ്പുള്ള മുറുക്കാണെങ്കിലല്ലേ നമുക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട് വരുള്ളൂ. ഷേപ്പ്ലെസ് ആയിട്ടുള്ള മുറുക്കാവുമ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോരുത്. ഈ ഒരു സൈഡിലെ പതയും കൂടി അടങ്ങി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത്രയേ ഉള്ളൂ മുറുക്കിൻ്റെ പരിപാടി. കണ്ടോ, കഴിഞ്ഞു. ഇനി നമുക്കിത് അടർത്തി മാറ്റി എല്ലാം റെഡിയാക്കിയിട്ട് കാണാം. അപ്പോൾ ഞാൻ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കട്ടെ. എണ്ണ മുഴുവൻ മാറ്റിയെടുക്കാം കേട്ടോ, ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ചുറ്റിച്ച് റെഡിയാക്കി എടുക്കട്ടെ. നമുക്ക് എല്ലാം റെഡിയാക്കിയിട്ട് കാണാം. അപ്പോൾ ഇതാ നമ്മുടെ മുറുക്കെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ചുറ്റി റൗണ്ട് ആക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് പ്രസൻറ്റ് ചെയ്യൂ. വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് മഴയത്ത് ചൂട് ചായയുടെ കൂടെ ഒന്ന് എൻജോയ് ചെയ്തോളൂ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.